ഏപ്രിൽ 9 വ്യാഴാഴ്ച സംസ്ഥാനത്ത് നിയമസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടെടുപ്പ് നടക്കുകയാണ്. വ്യാഴാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടിംഗ് സമയം. വോട്ടിംഗ് സമയം തീരുന്ന വൈകിട്ട് 6 മണിക്ക് ക്യൂവിൽ ആളുണ്ടെങ്കിൽ അവർക്ക് ടോക്കൺ നൽകി വോട്ട് ചെയ്യുവാൻ അനുവദിക്കും. പുതിയതായി ആരെയും പ്രവേശിപ്പിക്കില്ല. വോട്ടർ ID കാർഡ് അഥവാ എപ്പിക് കൈവശമുണ്ടെങ്കിലും നിയമസഭാ വോട്ടർ പട്ടികയിൽ പേര് ഉണ്ടെങ്കിൽ മാത്രമേ വോട്ട് ചെയ്യാനാകൂ. voters.eci.gov.in എന്ന വെബ്സൈറ്റ് നോക്കി പട്ടികയിൽ പേരുണ്ടോ എന്ന് ഉറപ്പാക്കാവുന്നതാണ്. ബൂത്തിനുള്ളിൽ മൊബൈൽ ഫോൺ ഉപയോഗം കർശനമായി നിരോധിച്ചിട്ടുണ്ട്. കുടുംബശ്രീ വോളണ്ടിയർമാർക്കാണ് ഫോണുകൾ സൂക്ഷിക്കുന്നതിനുള്ള ചുമതല. മൊബൈൽ ഫോണുകൾ സൂക്ഷിക്കുന്ന സംവിധാനത്തിന് മേൽനോട്ട ചുമതല BLOമാർക്കായിരിക്കും. ടോക്കൺ സംവിധാനത്തിലൂടെ ആയിരിക്കും മൊബൈൽ ഫോൺ സൂക്ഷിക്കുക. വോട്ട് ചെയ്ത ശേഷം ടോക്കൺ തിരികെ നൽകി മൊബൈൽ ഫോൺ കൈപ്പറ്റാം. വോട്ട് ചെയ്യുന്നതിന് വോട്ടർ ID കാർഡ്, ആധാർ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോ പൊതുമേഖലാ സ്ഥാപനങ്ങളോ നൽകിയ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ്, പൊതുമേഖലാ ബാങ്കുകളും പോസ്റ്റ് ഓഫീസുകളും നൽകിയ ഫോട്ടോ പതിച്ച പാസ്ബുക്ക്, പാൻ കാർഡ്, തൊഴിലുറപ്പ് പദ്ധതിയുടെ ജോബ് കാർഡ്, കേന്ദ്ര തൊഴിൽ മന്ത്രാലയം നൽകിയ ഹെൽത്ത് ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ്, ഫോട്ടോ പതിച്ച പെൻഷൻ രേഖ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വേണം. പോളിംഗ് ബൂത്തിൽ പ്രവേശിക്കും മുൻപ് വോട്ടർ സ്ലിപ്പ് കൈവശം കരുതുക. സ്ലിപ്പ് ലഭിച്ചിട്ടില്ലെങ്കിൽ ബൂത്ത് പരിസരത്ത് തന്നെയുള്ള BLOയിൽ നിന്ന് അത് വാങ്ങാം. ബൂത്തിൽ കയറും മുൻപ് മൊബൈൽ ഫോൺ സൂക്ഷിക്കുവാൻ പ്രത്യേക സംവിധാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. ബൂത്തിൽ പ്രവേശിക്കുമ്പോൾ 1ാം പോളിംഗ് ഉദ്യോഗസ്ഥന് വോട്ടർ സ്ലിപ്പ് കൈമാറുക. വോട്ടർ പട്ടികയിലെ പേരും തിരിച്ചറിയൽ രേഖകളും അദ്ദേഹം പരിശോധിച്ച് ഉറപ്പാക്കും. 2ാം പോളിംഗ് ഉദ്യോഗസ്ഥൻ ഒരു സ്ലിപ്പ് നൽകിയ ശേഷം ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടും. ഒപ്പം ഒരു രജിസ്റ്ററിൽ വോട്ടറുടെ ഒപ്പ് രേഖപ്പെടുത്തുവാൻ ആവശ്യപ്പെടും. തുടർന്ന് 3ാം പോളിംഗ് ഉദ്യോഗസ്ഥന്റെ അടുത്തെത്തുമ്പോൾ സ്ലിപ്പ് കൈമാറണം. മഷിയടയാളം അദ്ദേഹം പരിശോധിക്കും. തുടർന്ന് വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ പ്രവേശിച്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ ബാലറ്റ് യൂണിറ്റിൽ ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന് സമീപത്തുള്ള ബട്ടണിലോ ആരെയും താൽപ്പര്യമില്ലെങ്കിൽ നോട്ട എന്ന ഏറ്റവും താഴെയുള്ള ബട്ടണിലോ അമർത്താം. അപ്പോൾ ചുവന്ന ലൈറ്റ് തെളിയുകയും ബീപ്പ് ശബ്ദം കേൾക്കുകയും ചെയ്യും. വോട്ട് ചെയ്തുവെന്ന് അപ്പോൾ ഉറപ്പായി. ഉടൻ VVPAT യന്ത്രത്തിൽ നോക്കിയാൽ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് വ്യക്തമാക്കുന്ന സ്ലിപ്പ് കാണാം. സ്ലിപ്പ് 7 സെക്കൻഡ് ദൃശ്യമായ ശേഷം താഴത്തെ പ്രത്യേക അറയിലേക്ക് മറയും. ഇതോടെ വോട്ടെടുപ്പ് പൂർത്തിയാകും.